ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് എൻ്റെ മോനിക്കൊരു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത സ്പെക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ അത് പൊട്ടിച്ചിട്ട് എൻ്റെ സ്പെക്സ് എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് അവനോട് അൺബോക്സ് ചെയ്യാൻ പറയും. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കത് ഇത് പുതിയത് മാറ്റിയിട്ട് പഴയ സ്പെക്സ് എടുത്ത് വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ സ്പെക്സ്. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് പുതിയത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ അറിയാണ്ട് അവനറിയാൻ പാടില്ലത് ഞാൻ അൺബോക്സ് ചെയ്ത കാര്യം. അപ്പോൾ അതേപോലെ പതുക്കെ പൊട്ടിച്ചെടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവനക്ക് സംശയം തോന്നും, ഇത് പൊട്ടിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ പതുക്കെ കീറാണ്ടാണ് ഞാൻ ബോക്സ് തുറക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം വിജയിക്കുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് നല്ല ബുദ്ധിയാണല്ലോ. അപ്പോൾ അവർക്ക് ഇനി പെട്ടെന്ന് ഇത് മനസ്സിലാകുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാണ് പുതിയ സ്പെക്സ്. അപ്പോൾ അവന് ഓൺലൈനിലാണ് ട്യൂഷൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കണ്ണിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ട്യൂഷന് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ കണ്ണിന് കംപ്ലൈൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവന് അവനക്ക് ഇഷ്ടമുള്ളത് അവൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇത് പുതിയ സ്പെക്സ് മാറ്റിയിട്ട് എൻ്റെ സ്പെക്സ് എടുത്ത് ഇതിൽ വെക്കട്ടെ. അവനെപ്പോഴും ഓർഡർ ചെയ്ത് വരുന്ന സാധനങ്ങളൊന്നും ഞാൻ അൺബോക്സ് ചെയ്യാറില്ല. അതുകൊണ്ട് അവനിക്ക് സംശയം വരില്ല. അവൻ വന്ന് കഴിഞ്ഞ ശേഷമാണ് എപ്പോഴും അൺബോക്സ് ചെയ്യണത്. അതുകൊണ്ട് ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയെന്ന് അവന് അങ്ങനെ വിചാരിക്കൂല. അങ്ങനെ ഞാൻ പൊട്ടിക്കാറില്ലല്ലോ. അപ്പോൾ എൻ്റെ സ്പെക്സ് എടുത്ത് ഇതിലേക്ക് വെച്ചു. അപ്പോൾ അറിയാത്ത രീതിയിൽ തന്നെ ആ ബോക്സിലേക്ക് വെച്ചിട്ട് ഒട്ടിക്കണം. അപ്പോൾ വീഡിയോയിൽ ഞാൻ വേറെ ഇത് റെക്കോർഡ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ താഴത്തെ മരപ്പണിയാണ്. അപ്പോൾ അവിടുത്തെ മെഷീനത്തിൻ്റെ സൗണ്ട് വരും. അപ്പോൾ അവൻ വന്നപ്പോഴുള്ള അത് ഞാൻ അതേപോലെ തന്നെ എഡിറ്റ് ചെയ്തെടുത്ത് റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ അതിൽ ആ മെഷീനത്തിൻ്റെ സൗണ്ട് ഉണ്ട്. അത് താഴത്തെ മരപ്പണിൻ്റെ മെഷീൻ വർക്ക് ചെയ്യണ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയം വരില്ല. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ പുതിയത് ഞാൻ അലമാരയിൽ കൊണ്ട് വെക്കട്ടെ. അപ്പോൾ അവൻ വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പ്രാങ്ക് ചെയ്യണ കാരണം എനിക്ക് വലിയ പെടുത്തോന്നില്ല പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് അൺബോക്സ് ചെയ്യണം. അപ്പോൾ എൻ്റെ മോൻ കൈയൊക്കെ കഴുകുക. ഇത് അടുക്കളയിലേക്ക് പോണത് കുളിച്ചിട്ടാ. അത് അൺബോക്സ് ചെയ്തിട്ട് കുളിച്ചൂടെ? അത് എങ്ങനത്തെ നോക്കാലോ നമുക്ക്. മടക്കി മടക്കി വെക്കണം. അപ്പോൾ നമുക്ക് കൈ കഴുകിയിട്ട് അൺബോക്സ് ചെയ്യണം കേട്ടോ. നല്ലതാണെങ്കിൽ ഞാൻ എടുക്കൂട്ടാ. എന്താണ് അത്ര എടുക്കട്ടെ? കൈ വെച്ച് ഒളിക്കാൻ പറ്റില്ല. ഇതാണ് ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. കീറിപ്പൊളിച്ചെടുക്കാണ്. കത്രിക വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന പൊളിച്ചാ കിട്ടാനില്ലത്. അങ്ങനെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു കണ്ണട കാണാനായിട്ട് ഒരു ആകാംക്ഷയിലാണ്. തുറന്നോക്ക് എങ്ങനത്തെ നോക്കാലോ. നോക്കട്ടെ. ആണോ? പ്രാങ്ക് ചെയ്തതാണ്. അതാരമാരിലിരിക്കണ്ട് അടുത്തുണ്ട്.
മറ്റേ അലമാര ഞാൻ എടുത്ത് വെച്ചേക്കണായിരുന്നു കണ്ണട. റിയാക്ഷൻ ഒന്നും ആയില്ല. ഞാൻ റിയാക്ഷൻ വീഡിയോ ഒക്കെ അല്ല നിർത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അവൻ്റെ കണ്ണട ഇല്ലാന്ന്. അപ്പോൾ വെച്ച് നോക്കട്ടെ. ലുക്ക് ലുക്ക് ഇഷ്ടായ? എനിക്ക് ഓർഡർ വേണം. അപ്പൊ എങ്ങനെയാണ് തോന്നിയത്? ഈ കണ്ണട കണ്ടപ്പോ എന്ത് തോന്നി ചോദിച്ചാക്ക്? മനസ്സിലായി. പുതിയ കണ്ണട എങ്ങനെ? പ്രതീക്ഷിച്ചില്ലല്ല. ഞാനിങ്ങനെ പ്രാങ്ക് ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല. കൊള്ളായിരുന്നു. ഇങ്ങനത്തെ പ്രാങ്കുകൾ ഇനിയും വേണ്ട. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അത്ര വലിയ പ്രാങ്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.